പ്രിയപ്പെട്ട മന്ത്രിമാരെ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധര സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ 46 ദിവസമായി പൊരി വെയിലത്ത് കിടന്ന് കറുത്തുപോയ കുറെ പെണ്ണുങ്ങളുണ്ട് ഈ കേരളത്തിൽ. അവർക്ക് കറുപ്പിന്റെയും വെളുപ്പിന്റെയും അഴകല്ല പ്രശ്നം. ജോൺ സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്ന് പത്രങ്ങൾ ആഘോഷിച്ച വാർത്ത കറുപ്പാണ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരന് ബോഡി ഷെയ്മിംഗ് നേരിട്ടെങ്കിലും അതവരെ ബാധിക്കുന്നേയില്ല എന്ന് പത്രങ്ങൾ നാട്ടുകാരെ വിളിച്ചറിയിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള 2 പത്രങ്ങൾ നിർബന്ധമായും ഞാൻ ദിവസവും വായിച്ചിരിക്കും. ഒന്നാം പേജിൽ കറുപ്പിൽ അഭിമാനം എന്ന ചീഫ് സെക്രട്ടറിയുടെ ചിത്രം സഹിതം 3 കോളം വാർത്ത. 110 പോയിന്റിൽ വെണ്ടയ്ക്കയല്ല പടവലങ്ങ മുഴുപ്പിൽ മെയിൻ ആക്കിയിട്ടുണ്ട്. മറ്റേതിൽ 1-ാം പേജിൽ ജാക്കറ്റ് ആയതിനാൽ അടുത്ത 1-ാം പേജിൽ ടോപ്പിൽ 8 കോളം വാർത്ത. നിറം കെട്ടു നാം എന്നാണ് തലക്കെട്ട്. 2 പത്രങ്ങളും മത്സരിച്ച് ഉൾപേജിൽ അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ഒരു പത്രം എഡിറ്റോറിയൽ പേജ് മുഴുവനും കറുപ്പിന് ഡെഡിക്കേറ്റ് ചെയ്തു. കൂടുതൽ പത്രങ്ങൾ വരുത്താത്തതിനാൽ മറ്റു പത്രങ്ങളുടെ കറുപ്പ് വിശേഷം വായിക്കേണ്ടി വന്നില്ല. എൻ്റെ ഭാഗ്യം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ആനുകാലിക പ്രശ്നം സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയുടെ നിറമാണോ? അതിനെ ആരെങ്കിലും അധിക്ഷേപിച്ചതാണോ നാടിൻ്റെ പ്രശ്നം? നിങ്ങൾ പറയൂ. അതിമാരക രാസലഹരിയുടെ പിടിയിലായി ദിവസവും എത്രയെത്ര യുവാക്കളുടെ ജീവിതമാണ് ഇവിടെ കൊഴിഞ്ഞു വീഴുന്നത്. കേരളത്തെ അതിവേഗം വിഴുങ്ങുന്ന, നമ്മുടെ കുഞ്ഞുമക്കളെ ഇരകളാക്കുന്ന ഈ ലഹരിക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം പല്ലും നഖവും സർവശക്തിയും എടുത്ത് പോരാടുകയാണ്. ഒരു വശത്ത് എല്ലാ പരീക്ഷകളിലും ഒന്നാമതായി ഉന്നത വിജയം വരിച്ച ഏറ്റവും തിളക്കമുള്ള പദവിയിൽ ഇരിക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ പ്രഗത്ഭയായ ഭരണാധികാരിയായ വനിതയെ സംബന്ധിച്ച് ശരീരത്തിന്റെ നിറവും ഘടനയും വടിവും ഒന്നും അലോസരപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അവരുടെ നിറം കറുപ്പാണെന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഈ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയായിരുന്നു. അതുവരെ അതിപ്രഗത്ഭയായ ഒരു വനിത മാത്രമായിരുന്നു എനിക്ക് ശ്രീമതി ശാരദ. അവർക്ക് തുല്യനായ ഒരു പുരുഷ കേസരി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തില്ല. അത്രയും ഉന്നത പദവി സ്വയം വെട്ടിത്തെളിച്ച് നേടിയവൾ. ഏതോ വേട്ടാവളിയൻ എന്തോ പറഞ്ഞെന്ന് കേട്ട് ഒരു നിമിഷം പോലും ഖിന്നയാകേണ്ട കാര്യമില്ല. മാർഗയെ കിടക്കുന്ന മർക്കടന്മാരെ തെല്ലും മൈൻഡ് ചെയ്യാത്ത, തൻ്റെ വ്യക്തിത്വത്തെ നന്നായി സ്വയം തിരിച്ചറിയുന്ന വ്യക്തിയാണ് ശ്രീമതി ശാരദാ മുരളീധരൻ. പിന്നെന്തിന് സമൂഹ മാധ്യമത്തിൽ ഇത് കുറിച്ചു എന്നത് അത്ഭുതപ്പെടുത്തുന്നു. മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു വഷളാക്കി കേരള ജനതയുടെ ശ്രദ്ധ ഒരു നിമിഷം അറിയാതെ പോലും വഴിതിരിച്ചു വിട്ടോ? അധിക്ഷേപം നടത്തിയ ആൾക്കെതിരെ ബോഡി ഷെയ്മിങ്ങിന് കേസെടുക്കാൻ വകുപ്പുണ്ട്. പക്ഷേ അതിന് തുനിയാതെ ആരോ ഒരാൾ അധിക്ഷേപ പരാമർശം നടത്തിയതിനെ പറ്റി ചീഫ് സെക്രട്ടറി സമൂഹ മാധ്യമത്തിൽ എഴുതുകയായിരുന്നു. അതിനെപ്പറ്റി ആദ്യമിട്ട കുറിപ്പ് തിടുക്കത്തിൽ പിൻവലിച്ചെങ്കിലും ഭർത്താവും മക്കളും അഭ്യുദയകാംക്ഷികളും പിന്തുണയുമായി എത്തിയതോടെ വീണ്ടും വിശദമായ കുറിപ്പ് പോസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. പോസ്റ്റ് കണ്ടതോടെ നമ്മുടെ മന്ത്രിമാർ ഇളകിപ്പോയത്രേ. അധിക്ഷേപം തുറന്നു പറഞ്ഞത് അഭിനന്ദനാർഹമാണെന്നും പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും അറിയിച്ചാണ് മന്ത്രിമാർ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലെത്തിയ ചീഫ് സെക്രട്ടറിയെ സ്വീകരിച്ചതുപോലും. പ്രിയപ്പെട്ട മന്ത്രിമാരെ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധര സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ 46 ദിവസമായി എന്നുവെച്ചാൽ 1.5 മാസത്തിലധികമായി പൊരി വെയിലത്ത് കിടന്ന് കറുത്തുപോയ കുറെ പെണ്ണുങ്ങളുണ്ട് ഈ കേരളത്തിൽ. അവർക്ക് കറുപ്പിന്റെയും വെളുപ്പിന്റെയും അഴകല്ല പ്രശ്നം. നിലനിൽപ്പിന്റെ പോരാട്ടമാണ് സമരം എന്ന് വെച്ചാൽ പട്ടിണി സമരം. അവരുടെ തുച്ഛമായ വരുമാനത്തിന്റെ പേരിൽ സംസ്ഥാനം കേന്ദ്രത്തെയും കേന്ദ്രം സംസ്ഥാനത്തെയും കുറ്റപ്പെടുത്തുമ്പോൾ വീട്ടിൽ തീ പുകയണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഈ സ്ത്രീകൾ ആത്മഹത്യാപരമായ നീക്കത്തിലാണ്. വോട്ട് നൽകി തങ്ങളെ ജയിപ്പിച്ച ഒരു വലിയ കൂട്ടം സ്ത്രീകൾ പട്ടിണി സമരം കിടന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത മന്ത്രിമാർ ചീഫ് സെക്രട്ടറിയുടെ കറുപ്പിന്റെ പ്രതിഷേധത്തെ പിന്തുണച്ച് മുന്നേറുന്നു. ഹോണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ഏർപ്പെടുത്തുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക,
ഇതൊക്കെ ആശമാർ ആശിച്ചുള്ളൂ. അതൊരു കുറ്റമാണോ? അതിരാവിലെ വാർഡിലെ വീട് തോറും കയറി ഇറങ്ങി ഗർഭിണിയുണ്ടോ, പോഷകാഹാരം കഴിക്കുന്നുണ്ടോ, കിടപ്പ് രോഗിയുണ്ടോ, പുറം പൊട്ടിയോ, മരുന്നുണ്ടോ, കെയർ വേണ്ടത്ര കിട്ടുന്നുണ്ടോ തുടങ്ങി 100 കൂട്ടം കാര്യങ്ങൾ തിരക്കി അതൊക്കെ രേഖപ്പെടുത്തി കാല് തേഞ്ഞ് പൊരുവയിലടിച്ച് സൂര്യതാപമേറ്റ് കറുത്തിരുണ്ടുപോയ പാവം പെണ്ണുങ്ങൾ. അവരിൽ ഒരാൾ പോലും തങ്ങൾ കറുത്തുപോയെന്ന സങ്കടം പറഞ്ഞു കേട്ടില്ല. പകരം ന്യായമായ അവകാശം ചോദിച്ചതിന് കിട്ടിയ അധിക്ഷേപത്തിൽ മനസ്സ് തകർന്ന് മഴയും വെയിലും വകവയ്ക്കാതെ കുത്തിയിരിപ്പു സത്യാഗ്രഹത്തിലാണ്. അവരും മനുഷ്യജീവികളാണ്, പുഴുക്കളല്ല. ഏത് സർക്കാരിനെയും ഭരണത്തിലേറ്റുന്ന വോട്ടെന്ന മാന്ത്രികപ്പെട്ടി ഇവരുടെ കയ്യിലുണ്ടെന്ന് മറക്കരുത്. നമ്മുടെ നാട്ടിൽ ആരും വിളിക്കാതെ കയറി വന്ന അഭയാർത്ഥികൾ എന്ന് വെച്ചാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾക്കിപ്പോൾ അതിഥികളാണ്. ഈ അതിഥി തൊഴിലാളിക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലിയുടെ പകുതി പോലും ആശമാർക്ക് കിട്ടുന്നില്ല. എൻ്റെ വീട്ടിൽ വന്നു പോകുന്ന അടുക്കള സഹായിക്ക് ദിവസക്കൂലി 600 രൂപയാണ്. MLA-മാരുടെയും MP-മാരുടെയും PSC അംഗങ്ങളുടെയും ഒക്കെ ശമ്പളം 5ഉം 6ഉം അക്കങ്ങളായി പെരുക്കുമ്പോൾ വീട്ടിൽ പെരുക്കുമ്പോൾ വീട്ടിൽ തീ പുകയാൻ മാത്രം ആശിച്ച് ഈ തൊഴിലിനിറങ്ങിയ ആശാവർക്കർക്ക് ഓണറേറിയവും ഇൻസെൻറ്റീവും ഉൾപ്പെടെ ഒരു ദിവസം കിട്ടുന്നത് 232 രൂപ. ആശമാരോട് തെല്ലും കരുണ കാണിക്കാത്തത് എന്താണ്? ഇവരിൽ ആരും സമ്പന്നരില്ലെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. പലരുടെയും വീട് ജപ്തി ഭീഷണിയിലാണ്. വായ്പ മുടങ്ങി കടം പെരുകി പെരുവഴി ആധാരമാണ്. കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പഠന പാതി വഴിയിൽ ഉപേക്ഷിച്ചവരുണ്ട്. രോഗികളായ ഉറ്റവരുടെ പ്രതീക്ഷ പോലും ഇവരെ ആശ്രയിച്ചാണ്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചവരെല്ലാം സർക്കാർ വിരോധികളാണെന്ന ഭാഷ്യം ശരിയല്ല. സമരവേദിയിൽ ചെന്നു പോയതിനാൽ എൻ്റെ സുഹൃത്തും പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയുമായ പ്രൊഫസർ കുസുമ ജോസഫിനെതിരെയും കേസുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നടന്നിട്ടില്ല. അതിന് തക്കതായ ഒരു കാരണമുണ്ട്. അത് അല്പം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഉറപ്പായും പറയും. പ്രിയരെ, നമ്മൾ ആരും വിചാരിച്ചാലും നമ്മുടെ നിറം മാറ്റാൻ കഴിയത്തില്ലെന്നേ. കുങ്കുമപ്പൂ കഴിച്ചാൽ കുഞ്ഞു വെളുക്കുമായിരുന്നെങ്കിൽ കേരളത്തിലെ പെണ്ണുങ്ങൾ കുങ്കുമ കഞ്ഞി കൊണ്ട് ആറാട്ടാടിയേനെ. കേരളത്തിലെ വെളുത്തു തുടുത്ത പെണ്ണ് സായിപ്പിന്റെ നാട്ടിൽ ചെല്ലുമ്പോൾ കറുത്തവളാണ്. അതിൻ്റെ അധിക്ഷേപവും കുറവല്ല. കറുത്തവള് മരിച്ചാലും 6 അടി മണ്ണ്, വെളുത്തവള് മരിച്ചാലും കിട്ടും 6 അടി മണ്ണ്. ഇനി ഞാനൊരു രഹസ്യം പറയാം. ഭർത്താവ് ഈ പ്രായത്തിൽ പിണങ്ങുന്നെങ്കിൽ അങ്ങ് പിണങ്ങട്ടെന്നേ. എനിക്കൊരു കറമ്പനെ കല്യാണം കഴിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. വെറും കറുപ്പല്ല, തൊട്ടാൽ കറുപ്പ് വിരലിൽ പറ്റണം. അത്ര ചന്തമുള്ള, കൺവെള്ളയും പല്ലുകളും മാത്രം വെണ്മയുള്ള കാക്കക്കറമ്പൻ. ഇനി എന്നാ പറയാനാ? താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും കാണാം.